ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അതാരാന്ന് വെച്ചാൽ ഉമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് റിനു ആൻറ്റി. ആൻറ്റിയും പിള്ളേരും വരുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഉമ്മയും കിച്ചണിൽ നല്ല പണിയിലായിരുന്നു. ഉമ്മി അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് പോയതാണ്. ഉമ്മയുടെയും ഏകദേശം പണി തീരാനായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാപ്പച്ചിയും നൂനും അവർ ട്രെയിനിലായിരുന്നു വരുന്നത്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കണേന്. ഞങ്ങൾ അങ്ങനെ എല്ലാവരും കുളിച്ച് ഫ്രഷായി വന്നിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വരാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ എ ലോങ് 10 ഇയേഴ്സിന് ശേഷമാണ് കേട്ടോ അവർ തമ്മിൽ മീറ്റ് ചെയ്യണത്. അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും ചെറിയ വിഷമവും സങ്കടവും എല്ലാം കൂടി കൂട്ടിക്കൊഴിഞ്ഞ് ഒരു അവസ്ഥയായിരുന്നു ലാസ്റ്റായപ്പോൾ. അങ്ങനെ ഞാൻ പോയി അവർക്ക് ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ അവർക്ക് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഈവനിങ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ആദ്യം എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ്. ഞങ്ങളെല്ലാവരും കൂടി തിങ്ങി നിരങ്ങി ഒരു വിധത്തിലിരിക്കണം. അപ്പോൾ ആൻറ്റിയുടെ പിള്ളേരുടെ പേര് പറയാൻ മറന്നുപോയി. അമ്മും അബിയും. അവർ രണ്ടുപേരും നല്ല വൈബായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം അവിടെ നിന്നു. ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചും അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. മാത്രമല്ല അബിക്കുട്ടനാണെങ്കിൽ ഓരോ ടൈമിലും ഓരോ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തമാശ പറഞ്ഞ് നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ തമാശകളും അങ്ങനെ സംസാരം ആ ഒരു വൈബിൽ നിന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇനി അടുത്തത് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഭവം കാരണം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ നിരീക്ഷണങ്ങളിലാണല്ലോ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങളവിടെ പോയപ്പോൾ അവിടെ ഓഫീസേഴ്സ് കുറച്ച് പേരുണ്ടായിരുന്നു. നമ്മൾ മിക്ക കാണുന്ന സ്ഥലത്തൊക്കെ അവർ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഞങ്ങളാണെങ്കിൽ അവിടെ വരുന്നതും പോകുന്നതുമായ ബോട്ടിൻ്റെയും ഷിപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കണമായിരുന്നു കുറച്ച് നേരത്തേക്ക്. പിന്നെ ഞങ്ങളുടേതായ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ബഹളവും അതും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുംഭകോണം കോഫിയിൽ കയറിയിട്ടുണ്ടായി. ആപ്പിച്ചിയും ഉമ്മയും മാത്രം കോഫി കുടിച്ചോളൂ. ബാക്കി ഞങ്ങളെല്ലാവരും ഷെയ്ക്കാണ് ഓർഡർ ചെയ്തത്. മിക്ക ടൈമിലും ഇവിടെ വന്ന് ഷെയ്ക്കും കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിലും അകത്ത് ആദ്യമായിട്ടാണ് കയറണത്. ഞങ്ങളെപ്പോഴും പാഴ്സൽ മേടിക്കാറാണ് പതിവ്. ഇപ്രാവശ്യം ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ കയറാനും പറ്റി. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. വാപ്പച്ചിക്കും ഉമ്മയ്ക്കും വേഗം തന്നെ കോഫി കിട്ടി. ഞങ്ങളങ്ങനെ സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കണമായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അവരൊന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടായി. ജസ്റ്റ് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നോട്ടെ എന്നായിരുന്നു.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഷേക്ക് കിട്ടി. ആൻറ്റി മാത്രം വാനില ഷേക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാവരും ഓറി ഷേക്കായിരുന്നു. അങ്ങനെ അതെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ സുഭാഷ് പാർക്കിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു അമ്മൂന് കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ബാഗൊക്കെ മേടിക്കാനുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ബ്രോഡ്വേയിലാണ് മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് മേടിച്ച് കഴിഞ്ഞിട്ട് സുഭാഷ് പാർക്കിലേക്കാണ് പോയത്. അവിടെയാണെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. വാപ്പച്ചി ഇനിയും കയറിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോന്നു. അത് കഴിഞ്ഞ് വാപ്പച്ചി പറഞ്ഞു ക്യൂൻസ് വാപ്പയുടെ അങ്ങോട്ട് പോവാന്ന്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അങ്ങനെ അവിടെയും ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കണമായിരുന്നു. ഇവിടെ വാപ്പച്ചി ഇറങ്ങിയായിരുന്നു, ഉമ്മി ഇറങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. എല്ലാവരും ടയർഡായി തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് വീട്ടിലേക്കാണ്. അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് ആണ് പ്ലാൻ ചെയ്തത്. മാത്രമല്ല ഇവർ വന്നത് ഫ്രൈഡേ ആണ്. ഞാൻ ഈ വ്ളോഗൊക്കെ എടുക്കുന്നത് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ഇവർ സ്റ്റേ ആണല്ലോ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ മോർണിംഗ് വാട്ടർ മെട്രോയിൽ കയറാമെന്നുള്ള ഒരു പ്ലാനും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ഞാനതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.